ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹൈമോസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ക്രിസ്മസ് ട്രീ ആണ്. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യത്തില്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ആ സെയിം ചാർട്ട് പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ യെല്ലോ ഷെയ്ഡിൻ്റെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കോൺ ഷേപ്പിൽ ആക്കിയെടുക്കുകയാണ് അടുത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് കട്ടൊന്നും ചെയ്യേണ്ട കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഷേപ്പൊക്കെ നോക്കിയിട്ട് അളവനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുമ്പ് ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോളാണ്, പേപ്പറും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് സ്റ്റിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും കുറച്ച് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പാർട്ടിലും നമ്മൾ ഗമ്മ് തേച്ചിട്ട് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അകവശവും പുറത്തേക്ക് ലൂസായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ചാർട്ട് ഇവിടെ നന്നായിട്ട് ഒട്ടി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു താഴ്ഭാഗം കണ്ടില്ലേ, കുറച്ച് എക്സ്ട്രാ ലെങ്തിൽ കിടപ്പുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആ ഒരു എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഷേപ്പിലാക്കിയില്ലെങ്കിൽ അറിയാമല്ലോ, നമ്മുടെ ട്രീയുടെ ബേസ് ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടത്തില്ല, നമുക്ക് താഴ്ഭാഗത്ത് വെക്കാനും പറ്റത്തില്ല, മറിഞ്ഞ് വീണ് പോവും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതേ നമ്മുടെ ട്രീയുടെ ഷേപ്പിൽ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാം കേട്ടോ, ഫാൻസി ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ഒരു പീസിനും 10 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ടിപ്പ് എടുത്തിട്ട് നമ്മുടെ ഈ കോണിൻ്റെ, നമ്മുടെ ട്രീയുടെ മുകൾ ഭാഗം വരുന്നുണ്ടല്ലോ, അവിടെ ഇതുപോലെ വെച്ചിട്ട് ഒരു സെലോ ടേപ്പ് വെച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമുക്കത് അവിടെ തന്നെ ഫിക്സ് ആയിട്ടിരിക്കും. അങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു എന്താ പറയുകയെന്ന് എനിക്കറിയില്ല, ഈ ഒരു മാല പോലത്തെ സംഭവം വെച്ചിട്ട് ഇതിനെ ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. ചുറ്റിച്ച് ഈ ഒരു ട്രീ മുഴുവനായിട്ട് ഇത് വെച്ചിട്ട് ഇതുപോലെ തന്നെ കവർ ചെയ്തെടുക്കുക. അതാണ് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോ പീസായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചുറ്റിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന പീസുകൾ ജോയിൻ ചെയ്തതിന് ശേഷം ഒരുമിച്ച് ചുറ്റി കൊടുക്കാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഓരോ പീസും ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്കൊന്ന് സെലോ ടേപ്പ് വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അത് ലൂസായി പോകുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സെലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് മുഴുവനായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ട്രീയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് കാണുന്ന മഞ്ഞ കളറൊന്നും വിഷയമാക്കണ്ട കേട്ടോ. നമ്മളത് മൊത്തത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഒന്നും അറിയാൻ പറ്റത്തില്ല. അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് വാങ്ങുമ്പോൾ കുറച്ച് പച്ച കളർ വാങ്ങാനായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് മഞ്ഞ വാങ്ങിച്ചിട്ടും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ബാക്കി ആ ഒരു ചാർട്ടിൻ്റെ പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ സ്റ്റാറിൻ്റെ പടം വരച്ചിട്ട് അത് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലിറ്റർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റാർ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഗ്ലേസിങ് കിട്ടും നമ്മുടെ സ്റ്റാറിന്. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഗ്ലിറ്റർ പേപ്പർ കയ്യിലുള്ളവർക്ക് ആ രീതിയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ചെയ്യുന്നത് കുറച്ച് വലിപ്പം കൂടിയ ഒരു സ്റ്റാറാണ്. ഇത് നമുക്ക് ഈ ഒരു സ്റ്റാർ നമ്മുടെ ഈ ഒരു ട്രീയുടെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 2-3 കുഞ്ഞ് സ്റ്റാർ കൂടി ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന അടുത്ത ഡെക്കറേറ്റീവ് ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വേസ്റ്റ് പേപ്പർ വെച്ചിട്ടാണ്. നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ച് കളഞ്ഞ എന്തെങ്കിലും എഴുതി വരച്ച് കളഞ്ഞ ഒരു പേപ്പറാണിത്. അപ്പോൾ ഇതെടുത്തിട്ട് ഇതുപോലെ വെറുതെ ചുമ്മാതെ ഒന്ന് ചുരുട്ടുക. റൗണ്ട് ഷേപ്പിൽ, ഏകദേശം റൗണ്ട് ഷേപ്പിൽ വരുന്ന രീതിയിൽ ഒന്ന് ചുരുട്ടിയെടുക്കണം. അതിനുശേഷം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച പേപ്പർ കാണുമല്ലോ, ഇല്ലാന്നുണ്ടെങ്കിൽ 5 രൂപയും കണ്ടേ ഉള്ളൂ ഈ പേപ്പർ വാങ്ങാനായിട്ട്. അത് വെച്ചിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ സാധാ തയ്ക്കുന്ന നൂലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി അതിനൊന്ന് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ ഒരു കുറച്ച് എക്സ്ട്രാ തുമ്പുണ്ടല്ലോ, അത് മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയണ്ട. ലേശം നമുക്കതിലിട്ടിട്ട് കുറച്ച് നൂല് കൂടി നീളത്തിൽ അതിലിതുപോലെ വെച്ച ശേഷം
മാറ്റി വയ്ക്കാം. ഇതേ രീതിയിൽ തന്നെ ഞാനൊരു 3-4 എണ്ണം കൂടി ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് നമ്മുടെ ട്രീയിൽ വെച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സ്നോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോട്ടൺ കൂടി വെക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു കോട്ടൺ പീസസ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു സ്നോയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ കയ്യിൽ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, LED ലൈറ്റ്. അതുകൂടി ഞാൻ നമ്മൾ ആ ട്രീയിലൊന്ന് ചുറ്റി കൊടുത്തു. അപ്പോൾ ആ ഒരു ലൈറ്റ് എഫക്റ്റും കൂടി ആകുമ്പോൾ നമ്മുടെ ട്രീ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ കുഞ്ഞു മണിയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ഷോപ്പിൽ. അതുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൽ തൂക്കിയിട്ടേക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ നമ്മൾ ട്രീ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിൽ ഞാൻ ഇതിന് മുമ്പ് ചെയ്ത ഒരു ക്രിസ്മസ് തീമിലുള്ളൊരു ബോട്ടിൽ വർക്കാണ്. അതുകൂടി നമ്മുടെ ട്രീയുടെ അടുത്തൊന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ട്രീ കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ട്രീ ഇവിടെ ഡെക്കറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ട്രീ ഇപ്പോൾ ഈ ഒരു ലുക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ നിങ്ങളെ ഒന്ന് ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഞാൻ ആ ലൈറ്റ് എഫക്റ്റും കൂടി ഇട്ടിട്ട് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കൂ. നമ്മുടെ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ മിനി ക്രിസ്മസ് ട്രീ? അടിപൊളിയല്ലേ? എല്ലാവർക്കും ചെയ്യാവുന്നതല്ലോ കേട്ടോ. കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, നമ്മൾ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ പൈസ ചിലവ് അങ്ങനെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് ക്രിസ്മസ് കഴിയുമ്പോഴേക്കും ഇതിലെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു കവറിലിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അടുത്ത വർഷവും ഇതേപോലെ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മിനി ക്രിസ്മസ് ട്രീ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ട്രീയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെയും ബൈ ബൈ ഫ്രണ്ട്സ്.